തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്ക് പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. അതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. 146 സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ 145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേട്ടത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, പ്രായം 9 ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഈ ഉമ്മയെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞവരുണ്ട്. മക്കൾക്കിടയിൽ ഉമ്മ താരതമ്യപ്പെടുത്തി. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യം നാം ചെയ്തു പോകരുത്. ഈ അടുത്ത് മദ്രസയിലേക്ക് ഒരു കുട്ടി കയ്യിൽ കത്തിയുമായിട്ടാണ് വന്നത്. ഒരു പെൺകുട്ടി കത്തിയുമായിട്ടാണ്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ കത്തിയുണ്ട് എന്ന് മനസ്സിലായത് എപ്പോഴെന്നറിയോ? ഉസ്താദ് ബാഗ് പരിശോധിക്കുമ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ കത്തിയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അവളുടെ നോട്ട് ബുക്കിൽ നിറയെ എഴുതിയിട്ടുണ്ട്, തൻ്റെ അനുജത്തിയെ ഞാൻ കൊല്ലും 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 കൊല്ലും, പല തവണ ഇങ്ങനെ ആവർത്തി എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചു, എന്തിനാണ് നീ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്, എന്തിനാണ് കത്തിയുമായിട്ട് വന്നത്? അവൾ പറയുന്നത് എൻ്റെ അനുജത്തിയെ കൊല്ലാൻ വേണ്ടിയാണ്, കുറേ ദിവസമായി. കാരണം എന്തറിയോ? എപ്പോഴും വീട്ടിലെ അനുജത്തിയെ ഉമ്മ ഒരുപാട് സ്നേഹിക്കുന്നു, താലോലിക്കുന്നു, മൂത്ത പെൺകുട്ടിയെ പരിഗണിക്കുന്നില്ല. ആ ഒരു ദേഷ്യമാണ്. ഈ അനുജത്തിയാവട്ടെ ഈ മൂത്ത പെൺകുട്ടിക്ക് ഒന്നും ചെയ്തിട്ടുമില്ല. കുട്ടികൾക്കിടയിൽ താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും അവർക്ക് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടിൽ ഉമ്മമാർ ചെയ്യുന്നതാണ്. എല്ലാ വീട്ടിലും ചെയ്യുന്നുണ്ട്. അനുജത്തിയെ നോക്കാൻ വിടുന്നുണ്ട്. അനുജത്തിയെ നോക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ ജ്യേഷ്ഠത്തിയെ ശകാരിക്കാറുണ്ട്. നമുക്കത് നിസ്സാരമായി കാണും. പക്ഷെ നമുക്ക് അവരോട് സ്നേഹമില്ലാതെയല്ല നാം അങ്ങനെ പെരുമാറുന്നത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ അനുജത്തിയേക്കാളും മൂത്ത കുട്ടിയോടായിരിക്കും സ്നേഹം കൂടുതൽ. എന്നാൽ അവർ ചെറുതല്ലേ എന്ന് പറഞ്ഞ് അവൾ ലാലിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ കുട്ടി മരണപ്പെട്ട വാർത്ത കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയെക്കുറിച്ച് ഒരുപാട് പറയുന്ന ആൾക്കാരുണ്ടാവും. ആ പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ആ ഉമ്മക്ക് എത്ര വേദന ഉണ്ടാവും ഈ സമയത്ത്. ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, അനുജത്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകാം. മൂത്ത കുട്ടിക്ക് അനുജത്തി കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്വം അത് മൂത്ത കുട്ടിയുടെ ഉത്തരവാദിത്വമല്ല. സാധാരണ പല വീടുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നാം ഈ ഇത്തരത്തിലുള്ള മരണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്നുള്ളത് ഈ കമ്പയർ ചെയ്യുക, പരസ്പരം താരതമ്യപ്പെടുത്തുക എന്നുള്ളത് ആ മനസ്സിനുണ്ടാക്കുന്ന വിഷം വലിയ ദുഃഖമാണ്. ഒരിക്കലും ഈ കുട്ടികൾക്കിടയിൽ നിന്ന് മാത്രമല്ല, ഒരിടത്തും നാം ഇത്തരത്തിലുള്ള പ്രവൃത്തി നാം ചെയ്തു പോകരുത്. ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾ. ഈ അടുത്താണ് ഒരു പെൺകുട്ടി പഠിക്കാൻ പോയ, നല്ല സാമ്പത്തിക കഴിവുണ്ട്, എല്ലാം കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് ജീവനൊടുക്കിയ ഒരു വാർത്ത നാം കേട്ടു. എന്തില്ല, കുട്ടികൾക്കിടയിൽ അവർക്കുള്ള ചങ്ങായിമാർക്കിടയിൽ എന്തോ ഒരു ചെറിയ താരതമ്യപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാനൊന്നിനും കൊല്ലൂലല്ലോ എന്ന് വിചാരിച്ച് ആ പെൺകുട്ടി തൻ്റെ ജീവനൊടുക്കി. ഞാൻ പരസ്പരം താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സുണ്ടാകുന്ന മുറിവെന്ന് പറഞ്ഞാൽ ഈ നാക്കിൻ്റെ മുറിവ് വല്ലാത്ത മുറിവാണ്. ഇപ്പം നാം ഒരു അടിച്ചാൽ ചിലപ്പോൾ അത് മറന്നു പോകും. നാക്ക് കൊണ്ട് നാം ഉണ്ടാക്കുന്ന മുറിവ് അത് വല്ലാത്തൊരു മുറിവാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതാണ് ഈ കുട്ടിക്ക്. അപ്പോൾ നാം കുട്ടികൾക്കിടയിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താനോ, ചിലപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ചില ആളുകൾക്ക് ഐക്യു കൂടുതലുണ്ടാകും, കൂടുതൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, കൂടുതൽ കഴിവുണ്ടാകും. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്ന് തൻ്റെ അനുജത്തെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? അനുജത്തെ പഠിക്കാൻ നല്ല മിടുക്കിയാണ്, മൂത്തക്കുട്ടി പഠിക്കാൻ മിടുക്കിയല്ല.
അപ്പം അനുജത്തിയെ കണ്ട് പറയും അവളെ കണ്ട് പഠിക്കണം, അവളെ കണ്ട് പഠിക്കണം, അവൾ എത്ര പഠിക്കാൻ എത്ര ഉഷാറാണ്, നീ അവളെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളല്ലേ, നിനക്ക് പഠിക്കാൻ പറ്റും. അതൊന്നും പറയാൻ പാടില്ല. കാരണം അനുജത്തി കുട്ടിക്ക് അള്ളാഹു കൂടുതൽ ബുദ്ധിശക്തി കൊടുത്ത് മൂത്ത കുട്ടിക്ക് ബുദ്ധിശക്തി കൊടുത്തില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൽഹംദുലില്ലാ നമ്മുടെ മക്കൾ ഇത്രയെങ്കിലും ഉണ്ടല്ലോ. ചില മക്കൾക്ക് എന്തെല്ലാം ന്യൂനതകളുണ്ട്, ചില കാത് കേൾക്കാത്ത, അതുപോലെ തീരെ ബുദ്ധിയില്ലാത്ത. അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി ഐക്യമുള്ളത് ഇത്ര 20, അത്ര അവർക്കൊന്നും അറിയില്ല. അവർക്ക് ആ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. അവർ പഠിക്കണം, അവർ ഓതണം, അവർ നന്നാകണമെന്ന് നാം ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ കുട്ടിയുടെ ഒരു മരണം വല്ലാണ്ട് ദുഃഖമായി. നാം മക്കൾക്കിടയിൽ കമ്പയർ ചെയ്യുക, താരതമ്യപ്പെടുത്തുക, ഒരിക്കലും വേർതിരിവ് കാണിക്കുക, ഇതൊക്കെ നാം ചെയ്തു പോകരുത്. പല രക്ഷിതാക്കളും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് മൂത്ത കുട്ടിയോട് സ്നേഹമില്ലാത്തതിൻ്റെ പേരിൽ ഒന്നുമല്ല. ഇതൊക്കെ ചെയ്യുന്നത് അവരോട് സ്നേഹമല്ല, കാരണം അവർക്കൊന്നും കൂടി ഒരു ഉത്തരവാദിത്വം ബോധം ഉണ്ടാവട്ടെ എന്ന ഒരു രീതിയിലാണ്. കാരണം പല ജോലി ഉണ്ടാവും, പല തിരക്കുകളുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശകാരിക്കുമ്പോൾ ഇത് ഒന്നും ചെയ്തില്ലല്ലോ. തൻ്റെ കുട്ടിയെ അനുജത്തെ കുട്ടിയെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ച് ഉമ്മ പോയതാണ്. ഉമ്മ പോയി തിരിച്ചു വരുമ്പോൾ ഈ കുട്ടി ജീവനൊടുക്കിയിരുന്നു. ഇപ്പം ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയൊരു പരിശോധന നടക്കേണ്ടത് ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി വരുന്നത്, ഏത് സിനിമ കഥയിലൂടെയാണ് ഈ കുട്ടികൾ ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് അവർ ജീവൻ ഒടുക്കാൻ ആ ഒരു മെത്തേഡ് അവർ പഠിക്കണമല്ലോ. ആ ഒരു രീതി അവർക്ക് എങ്ങനെ ഉണ്ടാകുന്നു, ഇങ്ങനെ ചെയ്താൽ ജീവൻ ഒടുക്കാൻ പറ്റുമെന്ന്, ഇങ്ങനെയാണ് ജീവൻ ഒടുക്കുന്നത് എന്ന് അതെങ്ങനെ അവർക്ക് കിട്ടി? അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഈ സിനിമ കഥകൾ ഇതൊക്കെ ഈ കുട്ടികളെല്ലാം നോക്കുന്നുണ്ട്. കുട്ടികൾ പലതും ഇന്ന് മൊബൈലാകും, പല വീഡിയോസുകളും പലതും നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാർഗം അവർ സ്വീകരിക്കാൻ പാവം ആ ഉമ്മ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പൊന്നുമകളെ കാണുമ്പോൾ യാ അല്ലാഹ് സങ്കടപ്പെട്ടു. കാരണം ഈ മക്കൾക്കിടയിൽ താരതമ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കുട്ടി മരണപ്പെട്ടെന്നുള്ള വാർത്ത വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വീണ്ടും ആ ഉമ്മയെക്കുറിച്ച് ഒരുപാട് ആളുകൾ ശകാരിക്കാനും കമൻറ്റിലൂടെ പറയാൻ, ഇതെല്ലാം സാധാ വീട്ടിൽ നടക്കുന്നതാണ്. ഉമ്മ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, മറ്റു ഉമ്മമാർ അങ്ങനെയല്ല. അനുജത്തി കുട്ടി ഏൽപ്പിക്കാൻ പറ്റിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടായാൽ പിന്നെ ഉമ്മ വന്നിട്ട് ജ്യേഷ്ഠത്തെ കുട്ടി അടിച്ചതായ എത്രയോ സംഭവങ്ങൾ നിരന്തരമായി വീടുകളിലൊക്കെ നിരന്തരമായി അടിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മയും അത് വലിയ സാരമായി കണ്ടില്ലെങ്കിലും ആ വലിയ കുട്ടിക്ക് അത് വല്ലാത്ത മനസ്സിന് വലിയ പ്രയാസം ഉണ്ടാക്കും. ആ കുട്ടി പിന്നെ അത് മനം നൊന്ത് പറയാൻ പറ്റാതെ എനിക്കൊരു വീട്ടിലൊരു വിലയുമില്ല, നിലയുമില്ല, ഞാൻ ജീവിച്ചൊരു കാര്യമില്ല എന്ന രീതിയിലൊക്കെ ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുതിർന്ന കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ ജീവിതം എന്നുള്ളത് പൊരുതാനുള്ളതാണ്, പൊരുതി നേടാനുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരും, ഒരുപാട് ദുഃഖങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. കാരണം ഒരു ശില ഉണ്ടാകണമെങ്കിൽ ആ കൊത്തുപണിക്കാരൻ അതിന് ഒരുപാട് അടിക്കണം. അടിച്ചതിനെ നന്നായി കൊത്തിയതിന് ശേഷമാണ് ഒരു ശില ഉണ്ടാകുന്നത്. പെട്ടെന്ന് അത് ഒരു അടി കൊണ്ടില്ലെങ്കിൽ അതൊരു ശില ഉണ്ടാവില്ല, അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ വേദനകൾ, നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ആ വരുമ്പോഴേക്കും അത് തരണം ചെയ്യണം. നമ്മുടെ ജീവിതം എന്നുള്ളത് ഏറ്റവും വലുതാണ്. നമുക്ക് വലിയ പ്രശ്നമായിരിക്കാം, പ്രശ്നങ്ങൾ വലുതായിരിക്കും. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ട്, ആ വീഡിയോ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഒരു സിംഹം വന്ന് ഒരു പശുക്കുട്ടിയുടെ ശരീരത്തിനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ തിന്നാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആ പശു നല്ല ആത്മധൈര്യത്തോടു കൂടി തൻ്റെ പിറകിൽ നിന്ന് ആ സിംഹക്കുട്ടി ചവിട്ടി പൊളിക്കുന്നു. പ്രശ്നങ്ങൾ സിംഹത്തെ പോലെ വലുതായിരിക്കും. നമ്മുടെ ജീവൻ കാർന്നു നിന്നുണ്ടാകാം. നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണമെന്ന് നോക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നമുക്ക് തടസ്സങ്ങളായിരിക്കാം. നമ്മിങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ പാറക്കൽ നമ്മുടെ മുമ്പിൽ കാണും. പാറക്കൽ കാണുമ്പോഴേക്ക് നാം പേടിച്ച് തിരിഞ്ഞു പോയാലോ നമ്മുടെ ജീവിതം അതോടുകൂടി തകരും. ആ പാറക്കൽ നാം കയറി അപ്പുറത്ത് നമ്മുടെ മുമ്പത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. എത്ര വലിയ സമ്പത്തുണ്ടായാലും അതൊക്കെ ഉണ്ടാകുന്നതാണ്. പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ജീവിതം പൊരുതാനുള്ളതാണ്, പൊരുതി നേടാനുള്ളതാണ്. അല്ലേ, എവിടെയെങ്കിലും ഒരു പുലിക്കുട്ടി അല്ലേ ഒരു പ്രാവശ്യം തൻ്റെ ആഹാരമായ മുയലിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടും, അത് കിട്ടിയില്ല. 2ാം പ്രാവശ്യം പോയി കിട്ടിയില്ല, 3 പോയി, 4 പോയി കിട്ടിയില്ല. 6ാം പ്രാവശ്യം പോയി തൻ്റെ ആഹാരമായ മുയലിനെ കിട്ടുന്നില്ല, അതുപോലെ രക്ഷപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു സിംഹക്കുട്ടി എവിടെയെങ്കിലും പോയി ഫാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പിൽ പോയി തൂങ്ങി ചത്തതായിട്ട് എവിടെയോ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത്രത്തോളം തക്കലീഫില്ലാത്തവരാകരുത് മനുഷ്യന്മാർ. ഇത് ചെറിയൊരു കുട്ടിയാണ്, എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ആ കുടുംബത്തിൻ്റെയും ആ നാട്ടുകാരുടെ അയൽവാസികളുടെ സങ്കടം നോക്കണം. ആ കുട്ടിക്ക് കിട്ടിയ ഒരുപാട് സമ്മാനങ്ങൾ അവിടെയുണ്ട്. മനോഹരമായ ചിത്രങ്ങളൊക്കെ മുതലിങ്ങനെ വരച്ച ഒരു വീഡിയോ എൻ്റെ പ്രിയമുള്ളവർ ഇതൊക്കെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്.
ഒരുപാട് കഴിവുള്ള കുട്ടിയായിരുന്നു. പെട്ടെന്നാണ് ആ താരതമ്യപ്പെടുത്തുമ്പോൾ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയി ആ കുട്ടി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്കിടയിൽ താരതമ്യം ഒരിക്കലും ചെയ്തു പോകരുത്. വേർതിരിവ് നാം കാണിച്ചാൽ അത് നമുക്ക് ഭാവിയിൽ വലിയ പിന്നെ മരണം വരെ അത് തന്നെയായിരിക്കും ദുഃഖം. ഇപ്പം ആ ഉമ്മയുടെ ഒരു അവസ്ഥ നോക്കൂ. പിന്നെ എപ്പോഴും എൻ്റെ ഒരു കാരണം കൊണ്ടല്ലേ, നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് കിട്ടി അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണിങ്ങനെ പൊട്ടി പൊളിഞ്ഞു പോയാൽ നമുക്കുണ്ടാകുന്ന ഒരു മനോവേദന ഉണ്ടാവും. കാരണം എൻ്റെ കൈ കൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതേപോലെ ആ ഉമ്മ എത്ര പ്രാവശ്യം ഇത് ദുഃഖിക്കുമല്ലേ, ആ ഉമ്മക്ക് എത്ര വലിയ സങ്കടം ഉണ്ടാവല്ലേ, ഞാൻ എന്തിനാണ് എൻ്റെ അനുജത്തിനെ നോക്കാൻ എത്ര ഏൽപ്പിച്ചത്, ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടു പോകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും മുഖ്റബീങ്ങളാക്കട്ടെ. ഈ ഒരു സംഭവം വല്ലാണ്ട് വേദന ഉണ്ടാക്കി വാർത്ത കേട്ടപ്പോൾ. അപ്പോൾ ഇതൊരു കേട്ട ഉടനെയാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്, നിങ്ങളിലേക്കൊന്ന് എത്തിപ്പിക്കാമെന്ന്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.